പണ്ടു പണ്ട് മൃഗണ്ഡമുനിയും അദ്ദേഹത്തിൻ്റെ പത്നി മരുത്മതിയും ജീവിച്ചിരുന്നു. വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് സന്താനഭാഗ്യം ലഭിച്ചില്ല. ഇതിൽ മനം നൊന്ത അവർ മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ തീരുമാനിച്ചു. മൃഗണ്ഡമുനി മഹാദേവനെ തപസ്സു ചെയ്തു. തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ പ്രത്യക്ഷനായി എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. സന്താനഭാഗ്യമില്ലാത്ത തങ്ങൾക്ക് ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 16 വയസ്സുവരെ മാത്രം ആയുസ്സുള്ള വിവേകിയും സത്യസന്ധനും ദയാലുവുമായ ഒരു പുത്രനെ വേണോ, അതോ നീചനും മന്ദബുദ്ധിയും ദീർഘായുസ്സുള്ളതുമായ ഒരു പുത്രനെ വേണോ എന്ന് മഹാദേവൻ ചോദിച്ചു. ഞങ്ങൾക്ക് 16 വയസ്സുവരെ ആയുസ്സുള്ള വിവേകിയും സത്യസന്ധനും ദയാലുവുമായ പുത്രനെ മതി എന്ന് അവർ പറഞ്ഞു. മഹാദേവൻ ഇരുവരെയും അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. കുറച്ചു നാളുകൾക്ക് ശേഷം മൃഗണ്ഡമുനിക്കും മരുത്മതിക്കും ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രന് മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. മാർക്കണ്ഡേയൻ്റെ ബാല്യകാലം വളരെ സന്തുഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വളരെ ബുദ്ധിശാലിയായിരുന്ന മാർക്കണ്ഡേയൻ വേഗത്തിൽ വേദങ്ങളും പുരാണങ്ങളും ഹൃദ്യസ്ഥമാക്കി. ഒരിക്കൽ വീട്ടിലേക്ക് വന്ന മാർക്കണ്ഡേയൻ തൻ്റെ മാതാവിനെ അതീവ ദുഃഖിതയായി കണ്ടു. കാരണം അന്വേഷിച്ച മാർക്കണ്ഡേയനോട് മൃഗണ്ഡമുനി സത്യം തുറന്നു പറഞ്ഞു. തൻ്റെ മാതാപിതാക്കളോട് വിഷമിക്കേണ്ട എന്നും മഹാദേവനെ പ്രീതിപ്പെടുത്താൻ തനിക്കാവും വിധം ശ്രമിക്കാമെന്നും പറഞ്ഞ മാർക്കണ്ഡേയൻ വീട് വിട്ടിറങ്ങി. ഒരു നദിക്കരയിലെത്തിയ മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് ശിവലിംഗം നിർമ്മിച്ചു പൂജ നടത്തി. രാത്രിയായപ്പോൾ യമദേവൻ മാർക്കണ്ഡേയനെ കൊണ്ടുപോകുന്നതിനായി കിങ്കരന്മാരെ പറഞ്ഞയച്ചു. എന്നാൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ അവർ ഭയപ്പെട്ടു. തിരിച്ച് യമലോകത്തെത്തിയ കിങ്കരന്മാർ യമദേവനോട് വിവരം പറഞ്ഞു. യമദേവൻ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ പുറപ്പെട്ടു. യമദേവനെ കണ്ട മാർക്കണ്ഡേയൻ ഭക്തിയോടെ ശിവലിംഗത്തെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ട യമദേവൻ തൻ്റെ കയ്യിലിരുന്ന കയർ മാർക്കണ്ഡേയൻ്റെ കഴുത്തിലേക്ക് എറിഞ്ഞു. എന്നാൽ യമദേവൻ മാർക്കണ്ഡേയൻ്റെ കഴുത്തിലേക്ക് എറിഞ്ഞ കയർ മാർക്കണ്ഡേയൻ്റെ ശിരസിനൊപ്പം ശിവലിംഗത്തെയും ചുറ്റി. കോപിഷ്ഠനായ മഹാദേവൻ ഉഗ്രരൂപത്തോടെ ശിവലിംഗത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. തുടർന്ന് യമദേവനെ വധിക്കുകയും തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയന് മരണമുണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു. അവിടെ ദേവേന്ദ്രനും ദേവഗണങ്ങളും പ്രത്യക്ഷരായി. ഭൂമിയുടെ നിലനിൽപ്പിനായി യമദേവനെ ജീവിപ്പിക്കണമെന്ന് ദേവന്മാർ മഹാദേവനോട് അഭ്യർത്ഥിച്ചു. ഇതുകേട്ട മഹാദേവൻ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് യമദേവനെ ജീവിപ്പിക്കുകയും മാർക്കണ്ഡേയന് ഇനി മരണമുണ്ടാവില്ല എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. മാർക്കണ്ഡേയൻ മഹാദേവൻ്റെ കാൽക്കലിൽ വീണ് നമസ്കരിച്ചു.